നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും എനിക്കൊരു ചെറിയ ലൈക്ക് തന്ന് സഹായിക്കണേ. എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് വീണ്ടും ഒരു പുതിയ ട്രെയിൻ പഴനിയിലേക്കും രാമേശ്വരത്തേക്കും പോകാൻ സർവീസ് ആരംഭിക്കാനായി പോവുകയാണ്. അതായത് 2026 മാർച്ച് 14 ശനിയാഴ്ച തൊട്ടാണ് കേട്ടോ ഈ ഒരു ട്രെയിൻ സർവീസ് തുടങ്ങുന്നത്. ഇനി ആർക്കും ഒരു പരാതിയും വിഷമവും വേണ്ട. നമ്മുടെ മലബാർ ഭാഗമായ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ഭാഗത്തു നിന്നൊക്കെ നമുക്കിനി ഡയറക്റ്റ് പഴനിയിലേക്കും രാമേശ്വരത്തേക്കും പോകാനായിട്ട് ഒരു സ്ഥിര ട്രെയിൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ട്രെയിനിൻ്റെ വീഡിയോ ആണ് അല്ലെങ്കിൽ വിവരണമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. മുഴുവനായി നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എല്ലാം പറഞ്ഞുതരാം കേട്ടോ. ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. IRCTC വഴിയോ അല്ലെങ്കിൽ റെയിൽ വൺ ആപ്പ് വഴിയോ നമുക്ക് ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളിപ്പോൾ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് അവൈലബിലിറ്റി കാണും കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ടിക്കറ്റ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. സ്ലീപ്പർ ആണെങ്കിലും AC കോച്ചസ് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ടിക്കറ്റ് എന്തായാലും ലഭിക്കുന്നതാണ്. ഇനി മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൂരത്തിൻ്റെ കാര്യമാണെങ്കിലും സമയ ലാഭമാണെങ്കിലും കേരളത്തിൽ നമ്മുടെ മലബാർ ഭാഗത്തിലുള്ളവർക്ക് ഈ ഒരു ട്രെയിൻ ഭയങ്കരമായി ഉപകാരപ്രദമാകുന്ന ഒരു ട്രെയിനാണ്. ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കേൾക്കാം. ട്രെയിൻ നമ്പർ 166-22 രാമേശ്വരം വീക്കിലി എക്സ്പ്രസ് ആണ് ആ ഒരു പുതിയ ട്രെയിൻ. ആഴ്ചയിൽ ശനിയാഴ്ചകളിലായി മാത്രം സർവീസ് നടത്തുന്ന ട്രെയിൻ മാംഗ്ലൂർ സെൻട്രലിൽ നിന്നും രാത്രി 7:30 ആരംഭിച്ച് തൊട്ടടുത്ത ദിവസം രാവിലെ 5:10 പളനിയിലേക്കും അതേ ദിവസം രാവിലെ 10:50 രാമേശ്വരത്തേക്കും എത്തിച്ചേരും. ഈ ഒരു ട്രെയിന് കേരളത്തിൽ സ്റ്റോപ്പുകളുള്ളത് മാംഗ്ലൂർ സെൻട്രലിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞാൽ കാസർഗോഡുണ്ട്, കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്, തിരൂരുണ്ട്, ഷൊർണൂർ ജംഗ്ഷനുണ്ട്, പാലക്കാട് ജംഗ്ഷനുണ്ട്. ഇത്രയും സ്ഥലത്താണ് ഈ ഒരു ട്രെയിന് കേരളത്തിൽ സ്റ്റോപ്പുകളുള്ളത്. ഓക്കെ, ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 166-21 ആയിട്ട് ആഴ്ചയിൽ ഞായറാഴ്ചകളായിട്ട് തിരിച്ചും സർവീസ് ഉണ്ട്. വൈകുന്നേരം 3:30 രാമേശ്വരത്ത് നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ അതേ ദിവസം രാത്രി 8 മണിയോടുകൂടി പഴനിയിലേക്കും തൊട്ടടുത്ത ദിവസം രാവിലെ 6:55 മാംഗ്ലൂർ സെൻട്രലിലേക്കും എത്തിച്ചേരും. ഇതാണ് ഒരു സിമ്പിൾ ഡീറ്റെയിൽ, അതായത് ഈ ട്രെയിനിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സിമ്പിൾ ഡീറ്റെയിൽ. ഇനി ഈ ട്രെയിൻ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുമല്ലോ, അതായത് മംഗലാപുരത്ത് നിന്ന് രാമേശ്വരത്തേക്ക് പോകുമ്പോൾ നിർത്തുന്ന സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ട്രെയിൻ നമ്പർ 166-22 രാമേശ്വരം വീക്കിലി എക്സ്പ്രസ് ആഴ്ചയിൽ ശനിയാഴ്ചകളിലായി മാത്രം സർവീസ് നടത്തുന്ന ട്രെയിൻ മാംഗ്ലൂർ സെൻട്രലിൽ നിന്നും രാത്രി 7:30 ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് രാത്രി 8:10 നമ്മുടെ കാസർഗോഡാണ് സ്റ്റോപ്പ് ഉള്ളത്. ഓക്കെ, അത് കഴിഞ്ഞാൽ 9:20 കണ്ണൂരെത്തും, രാത്രി 10:30 കോഴിക്കോടെത്തും, 11:15 തിരൂരെത്തും, 12:10 ഷൊർണൂർ ജംഗ്ഷൻ, അതായത് അർദ്ധരാത്രി തൊട്ടടുത്ത ദിവസമായി 12:10 ഷൊർണൂർ ജംഗ്ഷനിലും, 1:30 പാലക്കാട് ജംഗ്ഷൻ, അത് കഴിഞ്ഞാൽ വെളുപ്പിനെ 4 മണിക്ക് പൊള്ളാച്ചി, 4:30 ഉദുമലൈപ്പേട്ടൈ, 5:10 നമ്മുടെ പഴനി, 5:35 ഉടനാചത്രം, 6:25 ദിണ്ടിഗൽ ജംഗ്ഷൻ, രാവിലെ 7:45 മധുരൈ, അത് കഴിഞ്ഞാൽ 8:35 മാനാമധുരൈ ജംഗ്ഷൻ, 9 മണിക്ക് പരമക്കുടി, 9:30 രാമനാഥപുരം, രാവിലെ 10:50 രാമേശ്വരം. ഒന്ന് നോക്കിക്കേ, നമ്മുടെ മലബാർ ഭാഗത്തു നിന്ന് ഇനി ഏർവാടി ദർഗയിലേക്ക് പോകാനാണെങ്കിലും മധുര മീനാക്ഷി അമ്മൻ കോവിലേക്ക് പോകാനാണെങ്കിലും പഴനിയിലേക്ക് പോകാനാണെങ്കിലും രാമേശ്വരത്തേക്ക് പോകാനാണെങ്കിലും ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ടിക്കറ്റ് കിട്ടാനാണെങ്കിലും ട്രെയിൻ ആണെങ്കിലും. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ ഒരു ട്രെയിൻ സ്ഥിരമാക്കിയിരിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസമാണ്. ഇനി ഭാവിയിൽ അത് ഒന്നിലധികം ദിവസം വരുമോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ തീർച്ചയായും നമ്മുടെ മലബാർ ഭാഗത്തുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു അടിപൊളി ട്രെയിനാണിത്. ഇനി നമുക്ക് ഈ ഒരു ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. ജനറലിനാണ് കേട്ടോ ഞാൻ ഈ പറയാൻ പോകുന്നത്. മംഗലാപുരത്ത് നിന്നും രാമേശ്വരം വരെയാണ് പറയുന്നത്. 245 രൂപയാണ് ജനറലിന്, സ്ലീപ്പറിന് 425 രൂപയും, തേർഡ് AC ക്ക് 1125 രൂപയും, സെക്കൻഡ് AC ക്ക് 1590 രൂപയാണ്. ഓക്കെ, ഇനി ഇത് ഓരോ ഭാഗത്തോട്ടും ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ ഇതിനനുസരിച്ച് എന്തായാലും ഇതിൽ കുറവായിരിക്കും. അത് നിങ്ങൾക്ക് നമ്മൾ യുക്തി വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ മധുര മീനാക്ഷി അമ്മൻ കോവിലാണെങ്കിലും മധുരയിൽ മറ്റേന്തെങ്കിലും ആവശ്യത്തിന് മലബാർ ഭാഗത്തുനിന്ന് പോകുന്നവരാണെങ്കിലും ഈ ഒരു ട്രെയിൻ ആശ്രയിച്ച് സുഖമായിട്ട് പോകാവുന്നതാണ്. ഇനി പഴനി ദർശനമൊക്കെ മലബാർ ഭാഗത്തുള്ളവർക്ക് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ രാമേശ്വരം യാത്രയും നമ്മുടെ രാമനാഥപുരം ഇറങ്ങി പോകുന്ന നമ്മുടെ ഏർവാടി ദർഗ യാത്രയും എല്ലാവർക്കും വളരെയധികം സുഖകരവും. നിങ്ങൾക്ക് ആ ഒരു പരാതി എന്തായാലും മാറിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഈ ഒരു ട്രെയിനെ പോലത്തുള്ള കൂടുതൽ ട്രെയിനുകൾ മലബാർ ഭാഗത്തേക്ക് കിട്ടാനും കൂടുതൽ ദിവസങ്ങളിൽ സർവീസ് നടത്താനുമുള്ള ഭാഗ്യം നമുക്ക് ഇന്ത്യൻ റെയിൽവേ തരട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയും പുതിയ കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്.